വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ആവിയിൽ വേവിച്ചെടുത്ത പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പം നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ പുതിയ ഒരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ പൊടിയാണ്, പുട്ടിൻ്റെ പൊടി എടുക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ജീരകവും 2 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സാധാരണ നമ്മൾ ഇടിയപ്പത്തിനെല്ലാം മാവ് കുഴയ്ക്കുന്ന പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു തിളച്ച വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ആകുമ്പോൾ നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ആദ്യം വെള്ളം എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കണം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പൊടിയിലെല്ലായിടത്തും നമുക്ക് ഈ തിളച്ച വെള്ളം ആക്കിയെടുക്കണം. അതിനുശേഷം വേണം ഇതൊന്ന് അടച്ചു വയ്ക്കാനായിട്ട്. ഇപ്പോൾ ശരിക്ക് എല്ലായിടത്തും വെള്ളം നല്ലപോലെ മിക്സ് ചെയ്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് ചൂട് ആറി കിട്ടാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇത് നമുക്കിതൊരു 5 മിനിറ്റിനി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മാവ് എങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആകുന്നത്. തിളച്ച വെള്ളവും നെയ്യും എല്ലാം ചേർത്തിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മാവ് എന്തോരം സോഫ്റ്റ് ആകുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ പലഹാരവും നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ട് ചൂട് ആറിയിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ചൂട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് നമ്മൾ ഇടിയപ്പത്തിനെല്ലാം മാവ് കുഴയ്ക്കുന്ന പോലെ അതേപോലെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതുപോലെ ശരിക്കും ഇങ്ങനെ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിവിടെ നമുക്ക് നീക്കി വയ്ക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു വെളിച്ചെണ്ണ പുരട്ടിയ ഒരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതാ വെളിച്ചെണ്ണ പുരട്ടിയ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ കിട്ടുന്ന ഒരു ആവി കയറ്റുന്ന ഒരു തട്ട് എടുത്തിട്ടുണ്ട്. ഈ തട്ടിൽ ശരിക്കും എല്ലായിടത്തും വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഈ മാവ് എടുത്തിട്ട് മാവിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു ബോളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു കുഞ്ഞു ബോളാക്കി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഈ ട്രെയിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ അതുപോലെ എല്ലാം ഒരേ അളവിൽ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് 3 വിരൽ വെച്ചിട്ട് ഇങ്ങനെ മാവ് എടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഒരേ അളവിൽ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒരേ സൈസിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. 3 വിരൽ അല്ലെങ്കിൽ 4 വിരൽ ഉപയോഗിച്ചിട്ടാണ് മാവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 വിരൽ ഉപയോഗിച്ചിട്ട് എല്ലാം അങ്ങനെ എടുക്കുക. അതെല്ലാം ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും തൊടാതിരിക്കാനായിട്ട് ഞാൻ മാവിൽ നെയ്യും ചേർത്തിട്ടുണ്ട്. പ്ലേറ്റിൽ വെളിച്ചെണ്ണയെല്ലാം ചേർത്തേക്കുന്നതാണ്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയാലും മതി, ശരിക്കും വെന്ത് കിട്ടും. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ 5-6 മിനിറ്റ് കഴിഞ്ഞപ്പം ശരിക്കും ബോൾസ് എല്ലാം ശരിക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് എടുത്ത് നോക്കാം. കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇത് ശരിക്കും വെന്തിട്ടെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ നോക്കുമ്പം ഇത് ശരിക്കും നല്ലപോലെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കിതെടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്കൊരു കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ കൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നേരത്തെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും കാര്യങ്ങൾ. ഇപ്പോൾ അത് ശരിക്കും ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഇത് വേവിച്ചതും വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഉള്ള തട്ടിലാണ് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതേ അളവിൽ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നുപരിപ്പും ഒന്ന് ശരിക്കും ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉള്ളി ശരിക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഉള്ളി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് സവാള എല്ലാം ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ ചൂടിൽ ഇതിങ്ങനെ ഈ എണ്ണയിൽ ഇങ്ങനെ വരട്ടി എടുത്താലും മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ
2 തണ്ട് കറിവേപ്പിലൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും ഇതൊന്നും എല്ലാം കരിവേപ്പിലയുടെ എല്ലാം പച്ചമണം വെള്ളമയം എല്ലാം പോകുന്നവരേക്ക് ചെറിയ ചൂടിലിട്ടിട്ട് ശരിക്കും ഒന്ന് മുരിച്ചെടുക്കുക. കരിവേപ്പിലെല്ലാം ശരിക്കും ഒന്ന് ഒടിയാറാകുന്ന പാകമാകുന്നവരേക്ക് ശരിക്കും ഒന്ന് മുരിയിച്ച് എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ക്യാരറ്റ് സവാള എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൂട്ടിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് കറിവേപ്പിലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കളറ് ശരിക്കും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരിട്ട് വേവിച്ച് വെച്ചിരുന്ന ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൂട്ട് ബോൾസിലെല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. കൂട്ട് ബോൾസിലെല്ലായിടത്തും ആയി കഴിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്കുള്ള ലാസ്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ശരിക്ക് കൂട്ടെല്ലായിടത്തും ആയി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചിരകി വെച്ചിരിക്കുന്ന 1 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 2 സ്പൂൺ 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ തേങ്ങ ചിരകിയത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെയും ചെറുതായിട്ട് വെള്ളമയം എല്ലാം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെള്ളമയം എല്ലാം വറ്റിയിട്ട് ശരിക്കും ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന പലഹാരമാണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായ പലഹാരമായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പലഹാരമായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്